കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന ജോണേശ്വർ ഭാഷവും കുടുംബത്തിനും, മറ്റുള്ള ദൈവദാസന്മാരെ ദൈവദാസിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവചനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ആവശ്യമില്ലാത്തവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ശബ്ദങ്ങളൊന്നും വരാതിരിക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ യേശു ഹീ ഈസ് ഗ്രേറ്റർ ദാൻ, ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഇൻട്രഡക്ഷൻ പറയാനിടയായി തീർന്നു. അതിൻ്റെ ഒരു കുറിവാക്യമായിട്ട് എടുത്താട്ട് യെരമ്യാ പ്രവചനം 10:6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൻ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതിരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതിയുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. ഇപ്പം ആ ഭിത്തിയിൽ എഴുതിയത് നമ്മളാരും അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാമായിരുന്നു, ആർക്കും അറിയത്തില്ല. ഇപ്പൊ അത് തുടപ്പിച്ചു കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങൾ അറിഞ്ഞെന്നാ പറഞ്ഞത്. ദൈവമക്കളെ, ഇവര് തന്നെത്താൻ തന്നെ ഇവര് പരസ്യം ചെയ്തോളും. കാരണം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. എന്ത് വന്നെന്ന് പറഞ്ഞാലും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഇപ്പൊ കർത്താവദാസൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിലേക്ക് നമ്മളെല്ലാം അതിനോട് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിയുന്നുടനെ ഒരു മനുഷ്യനെങ്കിലും നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഉണ്ടായിരിക്കണം. നമ്മൾ നാട്ടിലോ എല്ലായിടത്തൊക്കെ പോകുന്നുണ്ടേ, ആരോടാ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ആരോടാ പറയേണ്ടത്? നമുക്ക് ആരെയും ഒന്ന് വിളിക്കാൻ വേണ്ടേ? ഒരു മനുഷ്യനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും? അവിടെ കിടന്ന് പെട്ടുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും. പ്രാർത്ഥന നല്ലത് തന്നെയാണ്, പക്ഷെ അത്യാവശ്യത്തിന് നമുക്കൊരു മനുഷ്യൻ വേണം. എപ്പോഴും മനുഷ്യന് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിച്ചാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. 25-26 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. മതി. ഇന്നത്തെ വിഷയമാണ് സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ് എന്റെ കൂടെ ഉള്ളത്. പറഞ്ഞാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ് എന്റെ കൂടെ ഉള്ളത്. നമ്മളെല്ലാം ഓരോ തരത്തിലല്ലേ, ഒരു തരത്തിലല്ലേ വേറൊരു തരത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സമയത്ത് ആരുടെ അടുക്കൽ പോകും? നമുക്ക് മനുഷ്യന്റെ സഹായം ആവശ്യമാണ്, അന്യോന്യ സഹായം ആവശ്യമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ആരാണ്ട് മരിച്ചു, ഏതാണ്ട് മർഡർ നടന്നു ഒരു സ്ഥലത്തെ കണ്ട്. ഒരു സ്ത്രീയെ കൈത്തറത്ത് വന്നു, മറ്റേ തൂങ്ങിച്ചത്തു. അയൽവക്കത്തുകാർ പോലും അറിഞ്ഞില്ല. എന്താ കാര്യം? ഇന്ന് മനുഷ്യർക്കാര്യം അന്യോന്യം പോലും എന്തോ ഇല്ല, ഒരു ബന്ധവുമില്ല. ഇവിടെ അയൽവക്കത്ത് എന്ത് നടക്കുന്നത് ആർക്കും അറിയത്തില്ല. അത് അങ്ങനെയില്ലേ ഇപ്പോഴത്തെ ജീവിതമാണോ അല്ലയോ? പണ്ട് നമ്മുടെ നാട്ടില് ഒരു 10 അയൽവക്കം വരെയും നമുക്ക് എന്തോ ആയിരുന്നു. അതുവഴിയെല്ലാം ഓടി നടന്ന് കളിച്ച് നടന്നവരല്ലയോ നമ്മളെല്ലാം? ആണോ അല്ലയോ? കളിച്ചവരല്ലയോ? അവിടെ ഇവിടെ കയറി അവരുടെ ചക്കയിലും മാവേലും കയറി അതും പറിച്ച് ഇതും പറിച്ച് തിന്നും എടുത്ത് ജീവിച്ചവരല്ലയോ? ഇപ്പൊ ആരുടെയും പുരയിടത്തിലൊന്ന് കയറാൻ വഴിയുണ്ടോ? എല്ലാം മതിലാന്ന്. മതില് മാത്രമല്ല, അവിടെ കാണും തൊട്ട് പോയിട്ടുണ്ടെന്നുണ്ടെ വിവരം അറിയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആരുമില്ലാത്ത ഒരു ജീവിതമാണ് ഇന്നത്തെ സാഹചര്യം. മറ്റേന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇന്നടത്തെ ഇന്നാരുടെ മോളില്ലയോടാ, ആരാടാ നീ അവനെ തൊട്ടത് തൊടാൻ, ആരാടാ നീ ചോദിക്കും. ചോദിക്കാൻ ആളുണ്ട്.
അയലോകത്തെ കൊച്ചായാലും ശരി, മറ്റുള്ളവരുടെ കൊച്ചായാലും ശരി, വേറൊരുത്തൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ തൊടാൻ അനുവദിക്കുമായിരുന്നോ? ഇപ്പൊ ആരും തൊട്ടാ അതേതാ കൊച്ചേതാ ആർക്കറിയാം, ഏതാ അത് വേറെ, അത് മറ്റേ കൊച്ചനേതാ അത് ആർക്കറിയാം? ഒന്നും അറിയത്തില്ല ആർക്കും. ആ സാഹചര്യത്തിലായിരിക്കാണ് ഇന്ന്. ആരും ആരെയും അറിയത്തുമില്ല, ആർക്കും ആരെയും അറിയുകയും വേണ്ട. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വേണ്ട, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ വീട് പണിയാൻ തുടങ്ങിയുണ്ട്. എൻ്റെ അമ്മാച്ചൻ എന്നോട് വന്ന് ചോദിച്ചു, നീ വീടാണോ പണിയാൻ പോകുന്നത് അതോ നിന്റെ പണം എല്ലാം കൂടെ കൊണ്ട് കുഴിച്ചിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വീടാണോ പണിയാൻ പോകുന്നത്, പണം കൊണ്ടുവന്ന് കുഴിച്ചിടാനാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ വന്നേക്കുന്ന എല്ലാം എന്താണ്, പണ്ട് ഈ നിധി കുഴിച്ചിടുന്ന പരിപാടി ഉണ്ടായിരുന്നു. പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ നിധി കുഴിച്ചിട്ടേക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൽ കൊണ്ടുവന്ന് വലിയ സിമെന്റ് കുഴച്ച് നിധിയാണെന്ന് പറഞ്ഞ് കുഴിച്ചിട്ടിരിക്കുക. ഒടുവിൽ ഇപ്പൊ ആർക്കും വേണ്ട. ഇപ്പൊ വീട് വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ആർക്കും വേണ്ട. നിധി ആർക്കും വേണ്ടതായി. അങ്ങനത്തെ അവസ്ഥയിലായി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപത്തെ സ്വരൂപിക്കണം. നമുക്കൊരു അത്യാവശ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. പറയണം. അതുകൊണ്ട് താൻ മുഖാന്തരമായി, യേശു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് സദാ എന്നുവേണ്ടി പക്ഷപാതം ചെയ്യുക. എന്താണ് ഈ പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം, പക്ഷപാതം നമ്മുടെ പക്ഷം പിടിച്ച് നമുക്ക് വേണ്ടി വാദിക്കുക. അപ്പൊ എന്റെ പക്ഷം പിടിച്ച് വാദിക്കാൻ എനിക്കൊരാളുണ്ടെന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. വെറുതെ ഞാനും പ്രാർത്ഥിക്കുന്നവളാ, അതല്ല നമുക്ക് വേണ്ടിയത്. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ പക്ഷം പറയാൻ ഒരാൾ എനിക്കുണ്ട് സ്വർഗത്തിൽ. ആ ഒരു തീർച്ച നമുക്കുണ്ടായിരിക്കണം. എന്നും പറഞ്ഞാണ് എന്റെ പക്ഷം പറഞ്ഞു വാദിക്കുവാൻ ഒരാളുണ്ട് എനിക്ക് സ്വർഗത്തിൽ. ഈ ഭൂമിയിൽ നമ്മുടെ പക്ഷം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കിട്ടുമോ നമുക്ക്? വലിയ ബുദ്ധിമുട്ടാ. അറിയാവുന്നവരാന്നേലും പറയും, മുഖം തിരിച്ചിട്ട് പറയും, എനിക്ക് അറിയാമായിരുന്നു, ഇപ്പൊ ആരാ ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയും. കണ്ണു കുറച്ച് മാറിപ്പോത്തേ ഉള്ളൂ. ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട്. നിന്റെ പക്ഷം പറഞ്ഞ് നിനക്ക് വേണ്ടി വാദിച്ചു നിൽക്കുവാൻ ഒരാളുണ്ട്. അവന്റെ കാൽപ്പാത്തിലായിരിക്കണം. അവനോട് ചേർന്ന് നടക്കാൻ നമ്മൾ പഠിക്കണം. അവൻ എങ്ങനെയുള്ളവനാ? അവൻ എങ്ങനെയുള്ള മഹാപുരോഹിതൻ? പവിത്രൻ, നിർദോഷൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പൊ സാധാരണ മനുഷ്യനെ പോലെയല്ല, പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേറിട്ടവനാണ്. അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. അവനാണ് എന്റെ പക്ഷം പിടിച്ചു നിൽക്കുന്നത്. എന്തോ ഒരു വലിയ ധൈര്യപ്പെടുന്ന വാക്യമാണ്. അപ്പൊ എന്റെ പക്ഷം പറഞ്ഞ് നിങ്ങളുടെ വീട് വിൽക്കുന്ന കാര്യമായാലും, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമായാലും, നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയമായാലും, ഏത് വിഷയമായിരുന്നാലും അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പക്ഷം പറയാൻ ഒരാളുണ്ടെന്നുള്ള ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റും. കാരണം എന്താണ്? എന്റെ പക്ഷം പറയാൻ സ്വർഗത്തിൽ ഒരാളുണ്ട്. എല്ലാം പറയാൻ എന്റെ പക്ഷം പറയാൻ സ്വർഗത്തിൽ ഒരാളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാല സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഇടയായിത്തീരും. നമ്മൾ ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഉറച്ചു നിൽക്കാനാണ് പഠിക്കണം. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്താണ്. 10-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷിയായിരിക്കുന്നു. 11 മുതൽ ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളും കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഏത് പുരോഹിതനാണ്? ലോകത്തിലുള്ള പുരോഹിതന്മാരെന്താണ്? ലോകത്തിലുള്ള പുരോഹിതന്മാരോ പാസ്റ്റർമാരോ ആരായിരുന്നു എന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി അവരുടെ കാര്യം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം ചെയ്യാനായിട്ട്. ആണോ? സ്വന്തം പാവങ്ങൾക്ക് വേണ്ടിയും പിന്നെ അതേസമയം ഇപ്പൊ നമുക്കുള്ള പുരോഹിതൻ ആരാണ്?
പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, അതുമാത്രമല്ല സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അതുകൊണ്ട് എന്താണ്, അവന് ദിവസവും യാഗം കഴിക്കേണ്ട ആവശ്യം ഇല്ല. എത്രയാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനാണ്. പറഞ്ഞാണ്ട് എനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിച്ചിട്ട് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഉറപ്പുള്ള ദൈവം ഒരു പുരോഹിതനുണ്ട് എന്ന്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഹന്നായെ കുറിച്ച് പഠിക്കണം. ഹന്ന ദേവാലയത്തിൽ വരുമ്പോഴൊക്കെയും കരഞ്ഞു വിളിച്ചാ വരുന്നത്. ആണ്ടുതോറും ഇങ്ങനെ കരഞ്ഞാ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പുരോഹിതൻ അവക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ഏലി പുരോഹിതൻ. ഇസ്രായേലിന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥന അവൻ നിനക്ക് നൽകുമാറാകട്ടെ. അന്ന് മുതല് അന്നേരം തന്നെ അവളുടെ മുഖം വാടിയില്ല. പിന്നെ അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി. അന്ന് അവള് വീട്ടിൽ ചെന്നു. അവിടെ ഭർത്താവ് അവളെ പരിഗ്രഹിച്ചു. അവൾക്ക് കുഞ്ഞുണ്ടായി. ആര് പറഞ്ഞപ്പോഴാണ്? യഹോവ അവളെ ഓർത്തത് ആര് പറഞ്ഞപ്പോഴാ? പുരോഹിതൻ പറഞ്ഞപ്പോൾ. അപ്പൊ നിങ്ങൾ ആരാ ഈ ഭൂമിയില്? രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ആരാണ്? നിങ്ങളെ വിഷയത്തിന്മേൽ തീർപ്പ് കൽപ്പിക്കേണ്ട ജോലി ആരുടേതാ? നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ തീർപ്പ് കൽപ്പിക്കണം. ആര് കൽപ്പിക്കണം? നിങ്ങളുടെ മക്കളുടെ വിഷയമായാലും നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയമായാലും നിങ്ങളുടെ ഏത് വിഷയമായാലും നിങ്ങൾ തീർപ്പ് കൽപ്പിക്കണം. അതൊന്ന് വായിച്ച ഏലി പുരോഹിതൻ പറഞ്ഞ വാക്കൊന്ന് കേട്ടിട്ട്. 1 ശമൂവേൽ 1-ാം അധ്യായം. അതിനെ ഏലി സമാധാനത്തോട് പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത 2 പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പിന്നെ അനന്തരം അവർ അതികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നായെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ആര് തീർപ്പ് കൽപ്പിച്ചപ്പോഴാണ് യഹോവ അവളെ ഓർത്തത്? പുരോഹിതന്. അപ്പൊ ആ പൗരോഹിത്യ ശുശ്രൂഷ ആര് നമുക്ക് തന്നിട്ടുണ്ട്? ദൈവം. അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ പുരോഹിതനാണ്. നിങ്ങൾക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പക്ഷം പറയാൻ. കാരണം നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചതിന് യേസ് പറയാൻ ഒരാൾ അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഒരു വിഷയത്തിന്റെ മേൽ തീർപ്പ് കൽപ്പിച്ച് കഴിയുന്ന ഉടനെ യേസ് ആമീൻ എന്ന് പറയാൻ അവിടെ ആരുണ്ട്? മഹാപുരോഹിതനുണ്ട്. ഈ പുരോഹിതന്മാര് അവരുടെ മേൽപ്പട്ടക്കാർക്ക് ഒരു എഴുതുന്ന ഉടനെ അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാ? മേൽപ്പട്ടക്കാരാണ്. ആ മേൽപ്പട്ടക്കാർ തീർപ്പ് കൽപ്പിച്ചെങ്കിലേ ഇവിടെ ഇടവകയിൽ അത് പാസ്സാകത്തുള്ളൂ. അങ്ങനെയല്ലേ കർത്താദാസന് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പുരോഹിതനാണ് ഈ ഭൂമിയില്. അപ്പൊ നമ്മളൊരു തീർപ്പ് കൽപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആമീൻ അതോടെ എവിടെ പറയും? സ്വർഗത്തിൽ സാങ്ഷൻ ചെയ്തു കഴിയും. ഹലോ, ഞാൻ തീർപ്പ് കൽപ്പിക്കുമ്പോ സ്വർഗം സാങ്ഷൻ ചെയ്തു എന്ന് പറഞ്ഞേട്ടാ, സ്വർഗം അത് സാങ്ഷൻ ചെയ്യും. എന്തോ ഒരു പരിപാടിയാണെന്ന് നോക്കണേ. ഇതത്ര സിമ്പിളാ അല്ലേ? വളരെ സിമ്പിളാ. അവക്ക് കുഞ്ഞുണ്ടായി ഇല്ലേ? അതിനുശേഷം അതിന്റെ 2-ാം അധ്യായത്തിനകത്ത് ആരാ പറഞ്ഞത്? തീർപ്പ് കൽപ്പിച്ച ആരാ? അപ്പൊ എല്ലാ വർഷവും അങ്കിക്കൊണ്ട് ചെല്ലുന്ന ഉടനെ പുരോഹിതൻ എന്താ പറഞ്ഞത്? നീ യഹോവയ്ക്ക് നിവേദ്യത്തിന് പകരം ഇവക്ക് വായിച്ചാണ് 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. എന്നാൽ എൽക്കാനയെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു.
രണ്ടാമത്തെ തീർപ്പ് കൽപ്പിച്ച ആരായിരുന്നു? പുരോഹിതൻ. പുരോഹിതൻ. അതുപോലെ തന്നെ ആര് ആമീൻ പറഞ്ഞു? സ്വർഗത്തിലെ ദൈവം ആമീൻ പറഞ്ഞു. ഇവിടെ സംഗതി കിട്ടുകയും ചെയ്തു. കിട്ടിയോ ഇല്ലയോ? കിട്ടി. അപ്പൊ നിങ്ങള് ആരാ? പുരോഹിതന്മാരാ. പറഞ്ഞാട്ടെ, എന്നെ പുരോഹിത വർഗമാണ് ആക്കിയിരിക്കുന്നത്. പറഞ്ഞേ, പുരോഹിത വർഗമാക്കിയിരിക്കുക. അപ്പം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ വായിച്ചിരിക്കുന്നത്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി യാഗയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാക്കോളം കാത്തിരിക്കുന്നു. യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര കാലത്തേക്കാണ് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നത്? സദാകാലത്തേക്കും. അതോ ഒരാഴ്ചത്തേക്കോ? അല്ല, സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വെച്ചിരിക്കുക. ഇനി പാപം തപ്പി നടക്കാതെ നിങ്ങൾക്ക് പരിഹാരം വന്നിടത്തുനിന്ന് നേരെ മുന്നോട്ട് പോവുക ചെയ്യേണ്ടത്. ഇപ്പൊ പിടി കിട്ടുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. അപ്പം കിട്ടിയിടത്തുനിന്ന് പിന്നെ മുന്നോട്ട് പോയിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കാൻ പഠിക്കണം. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇവരെല്ലാം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ജീവിതമല്ല, വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ ജീവിതമാണ്. അതുകൊണ്ടാണ് ഈ ആരോ പാട്ടുകാരെ എഴുതിയത്, ക്രിസ്തീയ ജീവിതം എങ്ങനത്തെ ജീവിതം? കർത്താവിൻ കുഞ്ഞുങ്ങൾ അതെല്ലാം പാടി ഓടി അവസാനം കഷ്ടപ്പാടും ജീവിതമാക്കി മാറ്റിയതാരാ? പുതിയ തലമുറ വന്ന കഷ്ടപ്പാടും ജീവിതം പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ജീവിതമാക്കി മാറ്റി അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ആ സന്തോഷത്തിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? സാക്ഷീകരിച്ച് തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുകയാണ് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം എടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. 3-ാം അധ്യായത്തിന്റെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞത് ആരായിരുന്നു? ഈ പറഞ്ഞതൊക്കെ ആരായിരുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി പറഞ്ഞേക്കുന്നത് നമ്മളോട്. അത് വിശ്വസിക്കാനാ പ്രയാസം, അത് ചെയ്യാനാ നമുക്ക് പ്രയാസം. മനുഷ്യർ പറയുന്ന ഏത് കോപ്രായം ചെയ്യാൻ തയ്യാറാ, എന്തും ചെയ്യാൻ തയ്യാറാ. അത് അന്നും ഇന്നും എപ്പോഴും തയ്യാറാ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നെന്ന് പറഞ്ഞാലും അതിനെ ചൊല്ലി വിലപിക്കരുത്. കർത്താവ് അതിനെ നല്ലതാക്കി തരും, തീർക്കും. നിങ്ങൾ അത് നല്ലത് പ്രതീക്ഷിക്കണം, നല്ല പ്രതീക്ഷിക്കണം. ഇവിടെ പറഞ്ഞ ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുന്നത് കൊണ്ട് കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറിപ്പോകുമെന്നല്ലേ യേശു പറഞ്ഞു. ഇന്ന് ഞാൻ രാവിലെ ശുശ്രൂഷിച്ചെടുത്ത് പറഞ്ഞു, അവര് ഇതേമാതിരി വീഡിയോക്കകത്ത പറഞ്ഞു. അതൊന്ന് വായിച്ച മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ പ്രാർത്ഥിക്കുമ്പോഴാ ലഭിക്കുമ്പോഴോ? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യേശു എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച കാര്യം കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. ഇല്ല പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലോ? വിശ്വസിച്ചില്ല, അത് കിട്ടാനും പോകുന്നില്ല. അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വാക്യമാണ് അല്ലേ?
കാരണം നമ്മളെ കൺഫ്യൂസ് ചെയ്യുക. അപ്പൊ ഒരാൾ ഇട്ടു ഇടവിടാതെ പ്രാർത്ഥിക്കാനിട്ടിയോ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത പിന്നെ ഉടനെ തന്നെ വാക്യങ്ങൾ ഇങ്ങനെ എൻ്റെ അടുക്കലോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അങ്ങ് വിട്ടു, അത് വേണ്ടാന്ന് വെച്ചു. കാരണം ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർത്താവ് പറഞ്ഞത് വിശ്വസിക്കത്തില്ല, പിന്നെ ആര് പറഞ്ഞത് വിശ്വസിക്കത്തുള്ളൂ? മനുഷ്യര് പറയുന്നു. അതേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു കാര്യം തീർപ്പ് കൽപ്പിച്ചാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കാൻ പഠിക്കണം. ഹലോ, ഏലി പുരോഹിതൻ എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരു പ്രാവശ്യം. ഏലിശ പ്രവാചകൻ എത്ര പ്രാവശ്യം പറഞ്ഞു നയമാനോട്? ഒരു ഒറ്റ പ്രാവശ്യം. ഓക്കെ. ഏലിശ പ്രവാചകന് ആ പ്രവാചക ശിശുവോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരു പ്രാവശ്യം. അവള് പോയി പറഞ്ഞതുപോലെ ചെയ്തില്ലയോ? ചെയ്തു. ഇവരെല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. ഏലിയ എത്ര പ്രാവശ്യം പറഞ്ഞു മഴ പെയ്യാൻ പോകുന്ന? എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരു പ്രാവശ്യം. കൊണ്ട് വേഗം വിട്ടോളാൻ പറഞ്ഞു. ഭയങ്കര മഴ വരുന്നു, ഓടിക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ഏലിയാവിന് സമസ്വഭാവമുള്ളവരാ. നമ്മൾ അവരെക്കാട്ടിൽ മുന്നിലാണ് നിൽക്കേണ്ടത്. ദൈവമക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നടക്കുമോ നടക്കത്തില്ലെന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നടക്കുമെന്നേ. നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യാത്ത എന്താണെന്നറിയാമോ? നമുക്ക് നമ്മളെ തന്നെ എന്തോ ഇല്ല, വിശ്വാസമില്ല. നമ്മുടെ പ്രശ്നം. ഇല്ല. അയ്യോ, ഞാൻ പറഞ്ഞാൽ നടക്കുമോ, ഇനി എന്തായി തീരും? അങ്ങനല്ലേ വെച്ചോളെ പ്രശ്നം. ദൈവങ്ങളെ, നിങ്ങൾ പറഞ്ഞാൽ തന്നെ നടക്കുള്ളൂ, അല്ല വേറെ ആര് പറഞ്ഞാലും നടക്കത്തില്ല. പറഞ്ഞാലേ ഞാൻ പറഞ്ഞാലേ നടക്കുള്ളൂ. പറഞ്ഞേ, ഇതിനകത്തില് ആ ഭൂമി വിൽക്കണമെന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എന്ത് ചെയ്യും? സാറാമ്മ ഇല്ലേ പറഞ്ഞത്? എന്ത് ചെയ്യും? സാറാമ്മ മാറിപ്പോയി, സാരമില്ല. ഓക്കെ. അടുത്തത് ഫിലിപ്പിയ ലേഖനം, എബ്രായ ലേഖനം 4-ാം അധ്യായം എടുത്താട്ടെ. 4-ാം അധ്യായം 15-16 വാക്യം വായിച്ചാട്ടെ. 15-16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഈ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ള ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ ജോലികളെല്ലാം ഒന്ന് ഒതുക്കി എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു മുറിക്കകത്ത് കയറി കഥ അടച്ച് കുത്തിയിരിക്കണം. ആദ്യം ഒന്ന് സമാധാനത്തോടെ ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടിട്ട് നല്ല 2 പാട്ടൊക്കെ എടുത്ത് പാടി അങ്ങ് ആരാധിക്കണം. ആരെ? ദൈവത്തെ അങ്ങ് ആരാധിക്കണം. എന്നിട്ട് ബൈബിളും എടുക്കണം, ഒരു പുസ്തകവും എടുക്കണം, ഒരു ബുക്കും എടുക്കണം, ഒരു പേനാവും എടുക്കണം. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധി പറയണം, കർത്താവെ, ഞാനൊരു വാക്യം വായിക്കാൻ പോകുന്നു, ഞാൻ ഈ ബൈബിൾ വായിക്കാൻ പോവാണ്, എന്നോട് നീ സംസാരിക്കണം. എൻ്റെ വിഷയത്തിന് പരിഹാരം ഞാൻ വായിക്കുന്ന വചനത്തിലൂടെ എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരണം എന്ന് പറഞ്ഞിട്ട് വായിക്കണം. നിങ്ങൾ ഇങ്ങനെ വളരെ സ്പീഡിൽ വലിയ 20 ഈ ചില പ്രാസംഗിക രാജു മേത്രയൊക്കെ പ്രസംഗിക്കുന്ന കാര്യം ഒന്നും കൂടി പോകരുത്. നിങ്ങൾ വളരെ സാവധാനമായിട്ട് വായിക്കണം, നിർത്തി വായിക്കണം ഓരോ വാക്യങ്ങൾ. ഞാൻ ഉദാഹരണം പറയാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ഞാൻ കൃപാസനത്തോട് അടുത്തു ചെല്ലുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇപ്പൊ കർത്താവെ, എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് സഹായം ആവശ്യമുണ്ട്. ഞാൻ നിന്റെ കൃപാസനത്തോട് അടുത്തു വന്നിരിക്കുന്നു. നിങ്ങള് വളരെ സാവധാനമായിട്ട്, ഉറക്കുകയും ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ സാവധാനമായിട്ട്, കർത്താവെ, ഞാൻ നിന്റെ തിരുസന്നിധിയിൽ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കൃപാസനത്തോട് സഹായത്തിന്റെ കൃപയ്ക്കായി ഞാൻ അടുത്തു വന്നിരിക്കുന്നു. ആ സഹായത്തിനുള്ള കൃപ, സെരുബാബേൽ, നിനക്ക് സഹായത്തിനുള്ള കൃപ ഞാൻ തരുന്നു.
മഹാപർവ്വതം കൃപ എന്നാർത്തുകൊണ്ട് ആ മഹാപർവ്വതത്തെ ആണി ഏറ്റെടുക്കുന്ന ആരുടേതാ? കല്ല് കയറ്റും. അപ്പൊ ഈ കൃപയുടെ ആണിക്കല്ല് നിങ്ങൾ കയറ്റാൻ പഠിക്കണം. കർത്താവെ, കൃപയാൽ ഞാൻ ഈ പ്രതികൂലത്തെ അതിജീവിച്ചിരിക്കുന്നു. തണ്ണിത്തോട്ടിലുള്ള എന്റെ ഈ പുരേടം യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ, അതിന് തക്കതായിട്ടുള്ള എമൗണ്ട് ലഭിക്കട്ടെ, അതിന് തക്കതായിട്ടുള്ള പണം കൊണ്ടുവരുവാൻ ഇടയായി തീരട്ടെ എന്ന് ആ പുരേടത്തിനോട് പറയണം. ആരോട് പറയണം? പുരേടത്തിനോട് പറയണം. നിങ്ങൾ പറയണം. ദേശത്തെ അടക്കി ഭരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവെ, ഞാൻ എന്റെ പുരയിടത്തിനോട് സംസാരിക്കുന്നു. ആ പുരയിടം യേശു കർത്താവിന്റെ നാമത്തിൽ, പുരയിടമേ എന്റെ വാക്ക് കേൾക്കുക. അതിന് ഇത് വാങ്ങുന്നതിന് വേണ്ടി ആളെ കൂട്ടിക്കൊണ്ടുവരുവാനും അതിന് ഇത്ര പൈസ, ഞാൻ പറയുന്ന പൈസ എനിക്ക് കൊണ്ടുവരുവാനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അതിന് തക്കവണ്ണം എന്റെ അടുക്കൽ കടന്നു വരുമാറാകട്ടെ എന്ന് പറയാനായിട്ട് പഠിക്കാനുള്ള പണം, ആവശ്യമായിരിക്കുന്ന പണം വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ നന്മകളെ വിളിച്ചു വരുത്തുന്നവരായി മാറണം. നിങ്ങൾ whenever you declare it, ദൈവം അതെന്ത് ചെയ്തു? സാക്ഷ്യം ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ എന്താണ് ഡിക്ലെയർ ചെയ്യുന്ന ഭൂമിയിൽ, അത് കർത്താവ് ഒപ്പുവെച്ച് കഴിഞ്ഞു. നിങ്ങൾ ധൈര്യത്തോടെ ഡിക്ലെയർ ചെയ്യാൻ പഠിക്കണം. സംശയിക്കുന്നവൻ എങ്ങനെയുള്ളവനാ? എങ്ങനെയുള്ളവൻ? അസ്ഥിരൻ മാത്രമാണോ? കാറ്റിനാൽ കടൽ തിരക്ക് സമയം. അപ്പം നിങ്ങൾ പറഞ്ഞത് നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പഠിക്കണം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ആരുടെ നാവിന്റെ വിളിക്കുന്നു? അപ്പൊ ഈ അധികാരം ഉപയോഗിക്കേണ്ട ജോലി ആരുടേതാ? നിങ്ങൾ പുരോഹിതനാണോ? ആ പുരോഹിതൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം അത് അപ്രൂവ് ചെയ്യുമെന്ന് പറയാം. ഞാൻ ഡിക്ലെയർ ചെയ്താൽ സ്വർഗം അപ്രൂവ് ചെയ്യും. ഞാൻ എവിടെ വന്ന് നിൽക്കുന്നത്? കൃപാസനത്തോട് അടുത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിലല്ല, ഇവന്റെ ആരുടെയാ, ട്രംപിന്റെ ഓഫീസിലല്ല വന്നിരിക്കുന്നത്, വൈറ്റ് ഹൗസിലല്ല വന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ മേളിലുള്ള വൈറ്റ് ഹൗസിലാണ് വന്നേക്കുന്നത്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയവനായവന്റെ സന്നിധാനത്തിലാണ് ചെന്നേക്കുന്നത്. ഇപ്പം ഞാനും നിങ്ങളും ഇരിക്കുന്ന സ്ഥലം അത് എവിടെയായിരുന്നാലും അത് ദൈവത്തിന്റെ സന്നിധാനത്തിലാണ്. പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ആയിരിക്കുന്നത്. ആ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ അപ്പീൽ ഇല്ല. അത് കർത്താവ് അപ്രൂവ് ചെയ്ത് കഴിയും. പിന്നെ അതിന് സംശയിക്കരുത്. ഹലോ, അതിന് സംശയം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ അപ്പൊ നിങ്ങൾ നീതിമാന്മാരാണോ? അപ്പൊ ശ്രദ്ധിച്ചു പറഞ്ഞാൽ അത് സംഭവിക്കും. എങ്ങനെ പറഞ്ഞാൽ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചു പറയാൻ പഠിക്കണം. ശ്രദ്ധേറിയ പ്രാർത്ഥന പറഞ്ഞ വളരെ അപ്പൊ ശ്രദ്ധിച്ചു പറയാൻ പഠിക്കണം. എങ്ങനെയാ ശ്രദ്ധിച്ചു പറയുന്നത്? കർത്താവേ, എനിക്കുള്ള മഹാപുരോഹിതൻ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. ആണോ? അവൻ പവിത്രനാണ്, നിർമ്മലനാണ്, നിർദോഷനാണ്, പാപികളോട് വേറിട്ടുള്ള സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. അപ്പൊ ഞാൻ കാര്യം ചെന്നേക്കുന്നത് സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. നമ്മളെവിടെ കയറി ചെന്നേക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ കയറി ചെന്നേക്കുന്നത് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൽ കയറി വന്നിരിക്കുകയാണ്. കർത്താവിന്റെ സിംഹാസനത്തിനോട് അടുത്ത് വന്നിരിക്കുകയാണ്. അവന്റെ കൃപാസനത്തോട് അടുത്ത് വന്നിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ആയിരിക്കുന്നത്. അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇല്ലയോ? ഏലി പുരോഹിതൻ കൃപാസനത്തിന് അടുക്കലാണോ നിൽക്കുന്നത്? ആണോ? അതുകൊണ്ടാണ് പറഞ്ഞത് സംഭവിച്ചത്.
കൃപാസനത്തിന്റെ മുന്നേ നിന്നോണ്ടാ പറയുന്നത്, Hallelujah. ചെയ്യുന്നത്. അത് Thank you, സംഭവിപ്പിക്കാതിരിക്കാൻ ആർക്ക് Jesus. പറ്റത്തില്ല? Hallelujah. ദൈവത്തിന് പറ്റത്തില്ല. Thank you, Jesus. Hallelujah. ദൈവമാണ് അവനെ അഭിഷേകം Thank you, ചെയ്തിരിക്കുന്നത്. അവൻ നിൽക്കുന്നത് Hallelujah. ദൈവത്തിന്റെ കൃപാസനത്തിലാണ്. ആ പുരോഹിതന്റെ പാപമോ അവന്റെ മക്കളുടെ പാപമോ ഒന്നും അവിടെ പ്രശ്നമല്ല. ഹലോ, വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളെ, നിങ്ങള് ദൈവമാണ് നിങ്ങളെ നീതീകരിച്ച, വേറെ ആരുമല്ല. ആണോ? അത് Amen. പരിശുദ്ധാത്മാവ് സാക്ഷീകരിച്ചു കഴിഞ്ഞു. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞാൻ ഇന്ന് രാവിലെ കാലം കൃപാസനത്തോട് അടുത്തു വരുന്നു. Amen. Hallelujah. പുറത്തുള്ള എല്ലാ ഡിസ്റ്റർബൻസും ഓഫ് ചെയ്തു. നിങ്ങൾ കഥ അടച്ചു, പുറത്തുള്ള ഡിസ്റ്റർബൻസ് എല്ലാം ഓഫ് ചെയ്തു. നിങ്ങൾ കയറി വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങളും ആരും മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നാട്ടുകാരെ കേൾപ്പിക്കാനുള്ളതല്ല, പിന്നെ ആരും കേൾക്കാനുള്ളതാ? സ്വർഗത്തിലെ ദൈവം മാത്രം. അടുത്തത് നിങ്ങൾ നോക്കണം, സങ്കീർത്തനം. ഈ പുരോഹിതനെ ആരാണ് അഭിഷേകം ചെയ്ത് നോക്കിയാണ്? 110 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. 110 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. ഈ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കു ഒരു പുരോഹിതൻ എന്ന യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല. ഇതേ സത്യം തന്നെയാണ് കർത്താവ് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുകയാണോ? രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുകയാണോ? ആണോ? അത് ആ പൗരോഹിത്യം നിങ്ങളുടെ മേലും രാജകീയ പൗരോഹിത്യം നിങ്ങളുടെ മേൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ കർത്താവ് അപ്രൂവ് ചെയ്തിരിക്കും. അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പഠിക്കണം. ഹലോ, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ് അത് തീർപ്പ് കൽപ്പിക്കാൻ പഠിക്കണം. പറഞ്ഞാണ്, ഞാൻ ഇന്ന് മുതൽ എന്റെ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും. തീർപ്പ് കൽപ്പിക്കുന്നു. അത് നിങ്ങൾ കൽപ്പിക്കണം. ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളെ ഞാൻ സൂസമ്മാമ്മയോട് ചോദിക്കട്ടെ, സൂസമ്മാമ്മ എത്ര പ്രാവശ്യം ജീവിതത്തില് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്? അച്ഛാ, പണ്ടേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ വരുമെന്ന്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നു? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അവിടെ ശരിക്കും കാണിക്കുന്നു. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചോണ്ടില്ലയോ പറഞ്ഞത്? അങ്ങനെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ട്. എന്തോ ഞാൻ അന്നേ ഞാൻ പറഞ്ഞാണ് ഇതെങ്ങനെ സംഭവിക്കുള്ളൂ, അല്ലയോ? ചിലപ്പോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കത്തില്ല. എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു നടക്കത്തില്ലെന്ന്. എങ്ങനെ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്ന പറയാനായിട്ട്. അത് നമ്മൾ അറിഞ്ഞോണ്ടോ അറിയാതെയോ നമ്മൾ അങ്ങനെ പറഞ്ഞൊക്കെ പോവാം. പക്ഷെ ദൈവസന്നിധി വന്നപ്പോ ഇതെല്ലാം മറന്നുപോയി. പിന്നെ അങ്ങിരുന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിപാടികളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പഠിക്കും. ഇനി 1-2 വാക്യോടെ വായിച്ചിട്ട് ഞാനിവിടെ അവസാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് എപ്പോഴും വായിപ്പിക്കുന്നത്, നിങ്ങൾ എത്ര വായിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ തലയിലോട്ട് എന്ത് ചെയ്യത്തില്ല. അതൊന്ന് കേറ്റി എടുക്കാൻ വേണ്ടി ഞാൻ ആവുന്ന പണിയെല്ലാം ചെയ്യുന്നുണ്ട്. റെവലേഷൻ 5-ാം അധ്യായം. ആദ്യം റെവലേഷൻ 1-ാം അധ്യായത്താണ്. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും രാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഓക്കെ, 6-ാമത്തെ വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിച്ചേട്ടോ, കിങ് ജെയിംസ് വേർഷൻ. 6-ാമത്തെ വാക്യം ഇംഗ്ലീഷ് വായിച്ചേട്ടോ.
Can you say the reference again one more time, Pastor? And he hath made us a kingdom of the priest unto God and his Father. To him be glory and dominion forever and ever. Amen. Okay, it is Revelation chapter 1 verse 6. Okay. I am Alpha and Omega, the beginning and the end. മതി മതി ആ പുള്ളിക്കാരി വായിക്കട്ടെ ഏജി 6ാമത്തെ വാക്യം. Revelation 1:6. And he has made us to be kingdom priests to his God and Father. To him be glory and dominion forever and ever. Okay, EG വായിച്ചേ. Okay. Verse 6 is, and has made us kings and priests to his God and Father. To him be glory and dominion forever and ever. Amen. One more time. Slow down. And has made us Ah. kings and priests to മതി. his God. Kings and priests. Everybody say kings and priests. Kings and He രാജാവ് made us a kings and priests. നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി. Okay, ഇനി one more words I had to read. Okay, അത് ഇപ്പൊ പറയാൻ ഞാൻ പറയുന്നുള്ളൂ, വായിച്ചാൽ മതി. ഓക്കെ, 5ാം അധ്യായം അതിന്റെ 9ാമത്തെ വാക്യം നിങ്ങൾ മലയാളത്തിൽ ഒന്ന് വായിച്ചേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പം എവരി ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിന് വേണ്ടി. അപ്പൊ നിങ്ങളെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണോ, നിങ്ങൾ ദൈവത്തെ വിലയ്ക്ക് വാങ്ങിയവരാണോ? പറഞ്ഞേ. ദൈവത്തിന് വേണ്ടി വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടി. അപ്പൊ ആർക്ക് വേണ്ടിയാ ജോലി ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി. അതിന് പകരം നമ്മൾ ആരോട് പറയാ ജോലി ചെയ്യാൻ? കർത്താവിനോട്. ഇത്രയും കോമൺ സെൻസ് ഒന്ന് ഉപയോഗിച്ചു പോലെ. ഓക്കെ, ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ബാക്കി ഭാഗം 10ാമത്തെ വാക്യം ഇംഗ്ലീഷ് വായിച്ചാണ്. ഇജി. And have made us kings and priests to our God, and we shall reign on the earth. ഓക്കെ, അത് മലയാളത്തിൽ ഇനിയും വായിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പൊ നമ്മളെ ഭൂമിയിൽ എന്താ ചെയ്യാനുള്ളവരാ? പാട്ട് പാടാൻ. Reign വാഴും on the earth. ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. വാഴാനാ വിളിച്ചിരിക്കുന്നത്. ഹലോ, അടുത്തിരിക്കുന്ന ആളോട് പറയാൻ എന്നെ വാഴാനാ വിളിച്ചിരിക്കുന്നത്. വാഴാൻ ഭരിക്കാനാ വിളിച്ചിരിക്കുന്നത്, അല്ലാതെ രണ്ടാനല്ല വിളിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? രാജാക്കന്മാരാണ് നിങ്ങൾ, പുരോഹിതന്മാരാ. നിങ്ങൾ ആരും നിസാരക്കാരല്ല, ഭയങ്കര പവർഫുൾ ആൾക്കാരാ. നിങ്ങളുടെ വാക്കുകൾ ഭയങ്കര പവർഫുൾ വെപ്പൺസ് ആണ്. നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിന് ഭയങ്കര ശക്തിയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. നിങ്ങളുടെ നാവിന് ഭയങ്കര ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. അത്രേ ചെയ്യേണ്ടിയുള്ളൂ. പറഞ്ഞാട്ടെ, എന്റെ നാവിന് ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞാട്ടെ. എന്റെ വാക്കുകൾ ഭയങ്കര പവർഫുൾ ആണ്. അത് പോയാൽ അതിന്റെ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് സംസാരിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. കാരണം അത് മുഴുവൻ കഴുത്തിറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് നിങ്ങൾ. പറഞ്ഞാണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാനോട് അടുത്ത ആഴ്ച പറയാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവചിക്കണം. എനിക്ക് വേണ്ടി ഞാൻ പ്രവചിക്കും. ദൈവം ഈ വചനങ്ങളാ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവെ, കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ നിന്റെ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, പേര് ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. കർത്താവെ, വേൾഡ് ക്രിസ്ത്യൻ പ്രേയർ ലൈനിന്റെ ലീഡർഷിപ്പ് കർത്താവിന്റെ
ജോണസ് ബാസയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ബലവും ആരോഗ്യ ശക്തി നിന്റെ മകളുടെ മേൽ വ്യാപരിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. അനുമാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമോൾ സഹോദരിക്കായി, തോമസ് കേക്ക് വേണ്ടി, ആലി സഹോദരി, കർത്താവ്, ഏലിയാമ്മ സിസ്റ്റർ, നിതു ടൈറ്റസ്, ഷേർലി സിസ്റ്റർ, സുശീല സുരേഷ്, സണ്ണി, ശൈല സണ്ണി, സാം കുരുവിള, പാസ്റ്റർ ഫ്രാൻസിസ്, ഡോക്ടർ നീന, ബിനോയ് പാസ്റ്റർ, ജോളി ബിജു, ചെറിയാൻ കുര്യൻ, മേഴ്സി സാം, റേച്ചൽ ജോസ്, ബേബി പാസ്റ്റർ ബേബി ജേക്കബ്, ഗാലക്സി, മീന സിസ്റ്റർ, ചിറ്റി ബാബു, ഇജി സിസ്റ്റർ, സുനി, കുഞ്ഞുമോൾ സിസ്റ്റർ, പൊന്നമാമ്മ, അതുപോലെ തന്നെ എബ്രഹാം, ഐപ്പ് എബ്രഹാം, സൂസമ്മാമ്മ, ആലീസമ്മാമ്മ, ആലീസ് മാണി, അതുപോലെ തന്നെ സൈമനച്ചാനും കുടുംബവും, മറിയാമ്മാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉമ്മ വർഗീസ് വാസ്റ്റർ, ശോശാമ്മ കുഞ്ഞും, ശോശാമ്മ സിസ്റ്റർ, അതുപോലെ തന്നെ കുട്ടിയമ്മ സിസ്റ്റർ, രാജി ബിജു, ഇജി സിസ്റ്റർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഇറങ്ങിപ്പോയവർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം. I declare healing right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഡിക്ലെയർ ചെയ്യുകയാകുന്നു. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അവരോട് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തിയും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അതിനെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.